ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ആ വെയിൽ ഉള്ളപ്പോൾ ഈ സ്ഥലങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ഈ ബിൽഡിങ്സ് എല്ലാം യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഹോസ്റ്റൽസ് ആണ്. ഇവിടെ ഒരു 5-6 ബിൽഡിംഗ് തന്നെ ഈ ഒരു കോമ്പൗണ്ടിനകത്തുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു റെയിൽവേ ക്രോസ് ആണ്. ട്രെയിൻ പോകുന്ന സമയത്ത് അവിടെ ക്ലോസ്ഡ് ആയിരിക്കും, അത് കഴിഞ്ഞത് ഓപ്പൺ ആക്കും. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ നടന്നാൽ ഒരു ലേക്കും സീയും ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഭംഗി എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഭംഗി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത്രയും നല്ല കാലാവസ്ഥയിൽ ആ സ്ഥലം എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ വെയിലുള്ളത് കൊണ്ട് ഈ മരങ്ങളുടെയൊക്കെ നിഴലടിക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. ആകാശമൊക്കെ നല്ല സൂപ്പറാണ്. ശരിക്കും ഒരു പെയിൻറ്റിങ് പോലൊക്കെ തോന്നുന്നുണ്ട്. ഇതൊക്കെ വീടുകളാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുകൊണ്ട് കൂടുതലായിട്ടും വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ഈ ഏരിയയിൽ. ഇനി ഈ വഴി അകത്തേക്ക് ഒരു സെമിത്തേരി ആണ്. അതിനകത്തൂടെ പോയാൽ ഷോർട്ട് കട്ടായിട്ട് അപ്പുറത്ത് ചെന്ന് ചാടാം. ഇന്ന് നല്ല വെയിലായതുകൊണ്ട് ആൾക്കാർ ഇവിടെ തുണിയൊക്കെ പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നത്. അങ്ങനെ നടന്ന് മെയിൻ റോഡിലെത്തി. അവിടെ ഒരു പള്ളിയാണെന്ന് തോന്നുന്നു കാണുന്നത്. ഇത് കുരിശൊക്കെ ഉണ്ട് മേളിൽ, അതുകൊണ്ട് ചർച്ചാന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നടന്നു വന്ന വഴിയാണിത്. ഈ വഴി വന്ന് മെയിൻ റോഡിൽ ചാടി. ആകാശത്ത് എപ്പോഴും ഒരു ജെറ്റോ ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ പ്ലെയിനോ കാണും. സെമിത്തേരിക്ക് അകത്തൂടെ കയറി വന്നിരുന്നെങ്കിൽ ഈ ഒരു കവാടത്തിൻ്റെ അവിടെ വന്നെത്തിയേനെ. ഈ ഒരു ഏരിയയിൽ കൂടുതലും വൈന്, പിന്നെ പബ്ബ്, അതൊക്കെയാണ്. പിന്നെ ഹോട്ടൽസും ഉണ്ട്. ഒരു പബ്ബാണ്, ഐറിഷ് പബ്. പിന്നെ അതൊരു ഹോട്ടലാണ്. അതിൻ്റെ ബോർഡ് കണ്ടപ്പോൾ ഞാൻ അതൊരു ഇന്ത്യൻ ഹോട്ടലാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, ഒരു പാകിസ്ഥാനി ഹോട്ടലാണ്. പിന്നെ ഇതും ഒരു റെസ്റ്റോറൻറ്റ് വിത്ത് പബ്ബാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിൽ കൂടെ പോയാൽ ഒരു മാർക്കറ്റ് ഏരിയ ആണ്. ഇവിടെ ചില ദിവസങ്ങളിൽ മാത്രമേ മാർക്കറ്റുള്ളൂ. ആഴ്ചയിൽ ഏതോ 2 ദിവസങ്ങളിലാണ്. ആ മാർക്കറ്റ് നടക്കുന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ സാധനങ്ങളൊക്കെ ഈ കടക്കാർ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാകും. സാധാരണ മാർക്കറ്റുകൾ പോലെ പുറത്തേക്ക് ഇറക്കി വെച്ച ഡ്രസ്സുകളും ഷൂസ്, പച്ചക്കറി, ഫ്രൂട്ട്സ്, അതിനൊക്കെ ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടാവും. മെയിൻ മാർക്കറ്റ് നടക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ കുറേ ഷോപ്പുകൾ ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും മാർക്കറ്റുള്ള സമയത്ത്. ഇതൊരു ബാങ്കാണ്, പർക്കാസയുടെ ബാങ്കാണ്. ഇതൊരു ഐസ്ക്രീം ഷോപ്പാണ്. അതിൻ്റെ മുന്നിലൊരു വലിയ ഐസ്ക്രീമിൻ്റെ സ്റ്റാച്ചു പോലെ വെച്ചിട്ടുണ്ട്. ആകാശത്ത് പിന്നെയും ഒരു ജെറ്റ് പോകുന്നുണ്ട്. ഇതൊരു കൊച്ചു മാളാണ്. ഇതിനകത്ത് കുറേ ഷോപ്സ് ഉണ്ട്, കുറേ ടെക്സ്റ്റൈൽസ്, സൂപ്പർ മാർക്കറ്റൊക്കെ. ആ മാളിൻ്റെ പുറകിൽ കൂടെ നമുക്ക് ശരിക്കും പോകണ്ടേ, പക്ഷെ അതിന് അടുത്തടിച്ചൊരു ചെറിയ പാർക്കുണ്ട്. അപ്പോൾ ഇതുകൂടെ ഞാൻ കാണിക്കാവേ. ഈ ഒരു പാർക്ക് ഓട്ടം സീസണിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ ഇലകളൊക്കെ ഒരു മഞ്ഞ കളറും ഓറഞ്ച് ഷെയ്ഡിലും ഒക്കെ ആയിരുന്നു ആ സമയത്ത്.
ഈ ഒരു പാർക്കിൽ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ അടുത്തൊരു ലേക്കുള്ള കാര്യം. അവിടെ മതിലിലൊക്കെ നല്ലപോലെ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സിനൊക്കെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഹോസ്പിറ്റലാണെങ്കിലും ചർച്ചാണെങ്കിലും പിന്നെ ഗവൺമെൻറ് ഓഫീസാണെങ്കിലും എല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെ ഇരിക്കും. ഒരു പ്രത്യേകതരം ഒരു ആർക്കിടെക്ചറാണ്, ഒരു ക്ലാസി ലുക്ക് എന്നാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ആർക്കിടെക്ചറിനെല്ലാം. അങ്ങനെ ലേക്ക് എത്തി കേട്ടോ. എൻ്റെ അമ്മ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. എനിക്കറിയത്തില്ല ഫോണിൽ അത് എത്രമാത്രം ഇതിന് കാണാൻ പറ്റുന്നുണ്ടെന്ന്, പക്ഷെ സൂപ്പറാണ്. ഈ ക്ലൈമറ്റിൽ ഇത് കാണുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. കറക്റ്റായിട്ട് ആകാശത്തിൻ്റെ അതേ പിക്ചർ ആ വെള്ളത്തിനകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ. ഇതിന് മുന്നേ രാത്രിയിലാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഈ വെള്ളം ഫ്രീസായിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ കല്ലെറിയുമ്പം അത് ബൗൺസ് ചെയ്ത് പോകുമായിരുന്നു, അതുപോലെ ഫ്രീസായിരുന്നു ഈ വെള്ളം. ആ സമയത്ത് ഇതിനകത്ത് താറാവൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറേ താറാവുകളുണ്ട്. കാര്യം വെയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ടെമ്പറേച്ചർ ഇപ്പോഴും 10 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കേട്ടോ. ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ പിള്ളേർ സൈക്കിൾ ഓടിക്കുന്നു, കുറേ പിള്ളേർ ഓടിക്കളിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ ഒരു സീറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്, ഞാനിനി അവിടെ പോയിരിക്കാം. ഇനി ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, അതുകൊണ്ട് എന്നെ ഷൂട്ട് ചെയ്യാൻ ഞാൻ തന്നെ ഉള്ളൂ. ക്യാമറയിൽ എന്നെ കിട്ടുന്നുണ്ടോ എന്ന് ഞാനൊന്ന് വെരിഫൈ ചെയ്തിട്ട് ഞാനവിടെ നിന്ന്. ഇപ്പോൾ സമയം ഒരു 5 മണിയായി, ഇരുട്ടാവാൻ തുടങ്ങി. ഇനിയിപ്പോൾ പതിയെ സീ സൈഡിലേക്ക് പോകാം. സീ സൈഡിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ 2 സ്റ്റാച്ചു ഉണ്ട്. ഇതാരാണെന്നൊന്നും അറിയത്തില്ല, അവിടെ ഇട്ട് എഴുതിയും വെച്ചിട്ടില്ല. നല്ല കാർമേഘമുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഇനി ഫോൺ എനിക്ക് അധിക നേരം പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല, എൻ്റെ 2 കൈ നല്ല പോലെ മരച്ചു. ഇതാട്ടോ സീ എന്ന് പറയുമ്പോൾ ഇവിടെ ബീച്ച് പോലൊന്നുമില്ല. സൈഡിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, ഒരു മണ്ണ് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വയ്ക്കാൻ പറ്റുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പ്ലേസ് ഇങ്ങനെ അവരിങ്ങനെ കെട്ടിയടച്ചേക്കുവാണ്. ഒരു പാലമുണ്ട്, ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ കയറിയാൽ നമുക്ക് സീ ഫുള്ളായിട്ട് കാണാം.
ഇതിൽ കൂടുതൽ ഞാനിനി ഇവിടെ നിന്നാൽ ഞാൻ തണുത്ത് മരച്ചില്ലാണ്ടാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ടാറ്റാ, ബൈ ബൈ.